ടീനേഴ്സ്, ജൂനിയേഴ്സ്, പ്രൊമോട്ടേഴ്സ് തുടങ്ങി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാം നടത്തി കോടീശ്വരനാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് അങ്ങനെ തോന്നിക്കൊണ്ടില്ല. ഇതേപോലെ സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. ലിബർട്ടാസ് കമ്പനിയിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട മീറ്റിംഗ് മിസ്റ്റർ രജി മേഡം, അതുപോലെ തന്നെ നമ്മുടെ മുരളി സാറ്, ജയൻ സാറ്, അവരെ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് നടക്കുമ്പോ ഇതില് സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്റ്റാലിൻ, സ്വാഗതം പറഞ്ഞ തോമസ് സാറ്, ആദ്യമായിട്ട് നമ്മുടെ കമ്പനിയുടെ MD സ്റ്റാലിൻ സാറിന് സ്വാഗതം പറഞ്ഞു. അതിനുശേഷം കമ്പനി എല്ലാ ഡയറക്ടർ ബോർഡേഴ്സിനും സ്വാഗതം പറഞ്ഞ്, എല്ലാ ലീഡേഴ്സിനും സ്വാഗതം പറഞ്ഞു. വളരെ നല്ല കാര്യം. എറണാകുളം ലിബർട്ടാസ് കമ്പനിയായിട്ടൊരു അവസ്ഥ പരിചയമാണുള്ളത്. പുള്ളി സാറ് നമ്മൾ വിളിച്ച് പറഞ്ഞിങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അതിന്റെ ഡയറക്ട് ബോർഡായിട്ട് സാധനങ്ങൾക്ക് ശേഷമാണ് ഒരു ഫൈനൽ ഡിസിഷനൊക്കെ എത്തിയത്. ഇത് ചെയ്യാം. ഇതിന് ശേഷം 2-3 ദിവസം അവിടെ ഓഫീസിൽ പോയി. പിന്നെയും കുറെ ദിവസങ്ങളിൽ പ്ലാനും പ്രസന്റേഷനൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ കേട്ടു. അങ്ങനെയാണ് ഈ ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഒരു 4-5 ദിവസം ഓഫീസിൽ കയറി ഇറങ്ങി. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഓഫീസ്. അതുകൊണ്ട് തന്നെ പോയി അവിടെ പോയിരിക്കാം, കോൺഫറൻസ് റൂമിൽ ഇരിക്കാം, മറ്റുള്ള ലീഡേഴ്സായിട്ടും മറ്റു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണ കേട്ടാണ് നമ്മളൊരു തീരുമാനത്തിലെത്തി. ഈ 15 വർഷത്തിന് ശേഷം ഞാനൊരു കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ആ ഒരു മഹാവ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. കൈയടിച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കപ്പം കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ റോളിങ്ങിന് ഫണ്ട് കൊടുത്ത കൃഷിക്കാരൊന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു കാലഘട്ടത്തിൽ ലാൻഡ് കൂടുതലുള്ളവരായിരുന്നു എന്ത് ചെയ്യുന്നത്, വെൽത്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ക്രമേണ അത് എങ്ങോട്ട് സിസ്റ്റം മാറി, വെൽത്ത് ലാൻഡിൽ നിന്ന് മാറി ഇൻഡസ്ട്രിയിലോട്ട് മാറി. ഇൻഡസ്ട്രി മീൻസ് ഫാക്ടറികളിലോട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ ലാൻഡ് ഉള്ളവരെല്ലാം മുതലാളിമാരായി മാറി. വലിയ ബിൽഡിങ്ങുകളുള്ള സ്ട്രക്ചറുള്ള ഫാക്ടറികളുടെ ഓണർമാരായി മാറി. മുതലാളിമാരായി മാറി. അവരായി സമൂഹത്തിൽ പണം കൈകാര്യം ചെയ്യുന്ന ആളുകളായി മാറി. അവരുടെ മുമ്പിൽ ആളുകൾ കൈകൂപ്പി നിൽക്കാൻ തുടങ്ങി. ദേ കൺട്രോൾ ദ വെൽത്ത് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇക്കോസിസ്റ്റം. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ സമയത്തൊക്കെ നമ്മുടെ ആളുകളൊക്കെ 500 പണിക്കാരുണ്ട്, 1000 പണിക്കാരുണ്ട്. അത് അണ്ടി ഫാക്ടറി ആയിക്കോട്ടെ, കയർ ഫാക്ടറി ആയിക്കോട്ടെ, ടയർ ഫാക്ടറി ആയിക്കോട്ടെ, പണിക്കാരുള്ള ഒരുപാട് പേരുകൾ വന്ന് ജോലി ചെയ്യുന്ന കമ്പനികളൊക്കെ എന്തായി മാറി, ഫാക്ടറികളൊക്കെ ധനം കൈയാളുന്ന ആളുകളായി മാറി, ഭർത്താക്കളായി മാറി. ഒരു നല്ലൊരു മഴ പെയ്ത് തോർന്ന മാതിരി നമ്മുടെ MD നല്ലൊരു പ്രോഗ്രാം അല്ലേ കിട്ടിയോ? എന്നിട്ട് ഒരു നല്ലൊരു കാപ്പ്